17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെൻ്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകേ, പനി നീ ചെടിയോ പാൽമുല്ലകളോ, പ്രേമം പണ്ടേ വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. ഞാനേ എന്നെ അവതാരകനാക്കിയാലോന്ന് ആലോചിക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, പറഞ്ഞ സംഭവങ്ങളാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ട്. അപ്പം ഞാനിത് പാടുന്ന സമയത്ത് ഞാനിത് പാടിക്കണം, അസീസ്ക്ക് എണീച്ചിരുന്നു. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ ട്രാക്കിൽ വേറൊരു പാട്ടുണ്ടാക്കും. ഞാൻ വേറൊരു ഉണ്ടാക്കും. അരിപ്പോ തിരിപ്പോ കോതലമംഗല പരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാമ്പള്ളിക്കെന്തിനു പോയി. ഞങ്ങൾ ഇതിന്റെ പാരടിയാണല്ലോ പാടല്. ഇത് ഹിറ്റായ സമയത്ത് പാടാൻ വേണ്ടി പോകും. നമ്മൾ ബൈഹാർട്ടല്ലേ പാടിപ്പുറം താരാട്ടിന് വരിയിലേക്ക് എത്തും. അത് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അവൻ അശോക് ഇപ്പൊ പ്രശ്നമല്ല, ആവശ്യം വരുമ്പോ ഞങ്ങൾ പറയും, അപ്പൊ അശോക് ചെയ്താൽ മതി. എൻ്റെ പേര് ജലാൽ എന്നാണ്. ചെറിയ പാട്ടൊക്കെ പാടും, ചെറുതായിട്ട് അവതാരകനൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ സ്റ്റേജിലും ഇത് തന്നെയാണ്. ഉമ്മ വന്നാല് ഉമ്മ സ്റ്റേജിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ വാപ്പ ഇങ്ങനെ പോയിട്ട് ഡാൻസ് ചെയ്യാന്ന് വെച്ചപ്പോ 2 സ്റ്റെപ്പ് നോക്കാണോ? നേരെ ഓപ്പോസിറ്റ് ഇടാം. അതും കൊണ്ടുപോയി കൊണ്ടൊന്നുമില്ല, ഞാൻ വേറെ മാർഗം കണ്ടെത്തും. ഇത് പതാക, തൃപ്പതാക, അത്തപ്പതാക. പിന്നെ കണ്ണുകൊണ്ടൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ചെയ്യും. എടാ അത് തലയിറങ്ങി വീഴുന്നതാ. ساكنه ليس محتاجا إلى السرج لرب العالمين على سيد الكونين والسرج. ആബിദും അത്തും ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്, ചങ്ങായിമാരാണ്. അപ്പം അരിപ്പോ തിരുപ്പോന്റെ പിന്നിൽ അത്തുണ്ട് ഇല്ലേ? ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അതായത് ഈ മുഹമ്മദ് നബീന എന്ന പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്യൂൺ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ അരിപ്പോ തിരുപ്പോന്റെ മുമ്പിലുള്ള ആ പാട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, പറഞ്ഞ സംഭവങ്ങളാണ്. പക്ഷെ ഇത് അറിയാത്ത ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ട്. അത് കാരണമുണ്ട്. ഈ ഒരു പാട്ട് ഫസ്റ്റ് ഒരു എന്തിനൊരു അവസരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അസീസ്ക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരാഴ്ചത്തോളം അങ്ങനെ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അസീസ്ക്ക് അറിയാണ്ട് പുറത്ത് വേറെ പ്രോഗ്രാമിന് പോകാൻ പാടില്ല. അസീസ്ക്ക് അറിയാതെ ഞാൻ ചെയ്ത് പ്രോഗ്രാമിന് പോയി. തലശ്ശേരി മമ്മാല് മൂസക്കട പാടുന്നത്. അപ്പോൾ മമ്മാലിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അത് അസീസ്ക്ക് അറിഞ്ഞു. ഞാൻ കളവൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ച വരാതായി. പിന്നെ വീണ്ടും അസീസ്ക്ക് നമ്മൾ ഇണക്കി അവിടെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ അസീസ്ഖാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ ട്രാക്ക് പൊളിക്കും. ഇപ്പോൾ ജലാൽ ഇപ്പോൾ കല്ലായിലൊരു പെണ്ണുണ്ട്, ആ ട്രാക്കിൽ വേറൊരു പാട്ടുണ്ടാക്കും. ഞാൻ വേറൊരു ഉണ്ടാക്കും. അങ്ങനെ ട്രാക്ക് പൊളിക്കുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊളിക്കാൻ വേണ്ടി ഒരു ട്രാക്ക് നോക്കിയപ്പോഴാണ് ടൺ ടടൻ 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 എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ ഉടനെ ചുമ്പത്തിൻ്റെ മ്യൂസിക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉടനെ ചുമ്പത്ത് അങ്ങനെ പാടി വൃത്തം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ പാട്ടല്ല, ഉടനെ ചുമയത്തല്ല. അപ്പോൾ എൻ്റെ ധാരണ തട്ടഗിമണ അങ്ങനത്തെ ഒരു വൃത്താണ് അത് വരുന്നത്. അപ്പോൾ ഈ അസീസ്ക്ക് എന്നെങ്ങനെ ഉണ്ടെന്നില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അസീസ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ടൺ ടൺ ടടൻ ടടൻ കുരുത്തം വിട്ടോടല്ലേ അത്തു പൊരുത്തം വേണം പുന്നാരത്തു കുരുത്തക്കേടിന് പോയാ പിന്നെ ഗുലുഗുലുമാല് മേല് കഴുകാൻ പോലും പറ്റത്തില്ല, അതു ശരി നേര് എന്നിട്ട് അങ്ങനെ അതിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാകുമ്പോൾ ഈ കുരുത്തം എന്ന് പറയാൻ കാരണമുണ്ട്. ആ കരോക്കയിലുള്ളത് ഓഡിയോ കാസറ്റാണല്ലോ, അതിലിങ്ങനെ ഓരോ ട്രാക്കിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ഇത് കോഴിക്കോടിലെ ഒരു ജോയേട്ടൻ വായിച്ച ഓർക്കസ്ട്രയാണ്, വിയൻകുട്ടി സാറിന്റെ ഒരു വർക്കിന്റെ ഇതാണ്. അതിൽ കുരുത്തം എന്നുണ്ട്. ഈ അരിപ്പോ തിരുപ്പോന്റെ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വിയൻകുട്ടി സാറ് പാടിയ കുരുത്തക്കേടെണ്ണീരേണ്ട നീരേണ്ട കുണ്ട് കടവിലെത്താൻ ബസ്സിൽ ഞാൻ കേറി
എൻ്റെ കുപ്പായത്തിൻ്റെ മാറും കീശയും കേറേ ടണ്ടടട. അതാണ് സാധനം. അതിൽ ഞാൻ കുരുത്തം വിട്ടോടല്ലേ അതൊരു ഒരു പാട്ടുണ്ടാക്കി. ഇത് അസീസ് ഖാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓപ്പറേറ്റർ പറയുന്നത് വോളിയം വെക്കണം എന്നാണ്. അപ്പോൾ അസീസ് ഖാൻ എല്ലാം റിലാക്സ് ആയി ഇങ്ങനെ ഒരു ഇരുത്തമുണ്ട്. അപ്പോൾ എന്ത് നമുക്ക് പറയാം, തമാശ എല്ലാം പറയാം. അസീസ് ഖാൻ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിത് പാടുന്ന സമയത്ത് ഞാൻ ഇത് പാടിക്കണം, അസീസ് ഖാൻ എണീച്ചിട്ട് ഇങ്ങനെ വരും. ഞാൻ ചെന്നെ തല്ലാണോ വരുന്നത്, കാരണം തെറ്റിയതാണല്ലോ. പറ ഇത് നല്ല ടൂണ് ഒരു പിന്നെ എടുക്കുന്നതാണ്. ഞാൻ ഉലകമടങ്കൽ പോറ്റുന്നോനെ ഉദവിയരുള് നീ സുബ്ഹാനെ ഇരുലോകത്തും ഇണതുണയായി ഇവർക്കു വാഴാൻ അഷ്റഫ് സഫീറാക്കും തൗഫീഖരുള് അൻപുടയോനെ ആദം ഹൗവ എന്നിട്ട് ഒരു വരിയായിട്ട് ഭക്തിഗാനായി നമ്മുടെ സ്റ്റുഡിയോയിൽ. ആ കരോക്കയിൽ ഭക്തിഗാനം പാടിക്കൊണ്ടിരുന്ന് ആ ഭക്തിഗാനം പാടിക്കൊണ്ട് അവിടെ കണ്ണൂർ സിദ്ദീഖുണ്ട്, എഴുത്തുകാരനാണ്. ലൗഹിൽ കലമിട്ട നാമം ആ പാട്ടൊക്കെ എഴുതിയ ആളാണ്. ഈ സിദ്ദീഖ അതിൽ അരിപ്പോ തിരിപ്പോ സോദരി മങ്കെ വൽപ്പോ 12 ആനയും കുതിര എണ്ണിക്കഴിഞ്ഞാൽ അഷറഫ് മോന് ഓടി ഒളിച്ചോ ബാപ്പ റൌഫ് ഉമ്മ സൈനബ കണ്ടുപിടിച്ചോ, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ വാക്കുകളിലെ കുറേ സംഭവങ്ങൾ സിദ്ദീഖ എഴുതാൻ തുടങ്ങി. ഇത് മൂന്നാമത്തെ പാട്ടായി. ഒരു കേസറ്റിൽ 18 പാട്ടുണ്ടാവും, അല്ലെങ്കിൽ 60ന്റെ കേസറ്റ് ആണെങ്കിൽ അതിൽ 12 പാട്ടുണ്ടാവും. അതിൽ ഭക്തിഗാനം മാറിയിട്ട് ഉലകമടങ്കലും മറ്റേ ഇത് മാറ്റിയിട്ട് ഇങ്ങനായി. ഏത് അരിപ്പോ തിരിപ്പോന്നും അതിൻ്റെ പല വരികളും കാസർഗോഡ് ഭാഗത്തുള്ള വരികളൊക്കെ ചേർത്തിട്ട് അങ്ങനെ വരാറുണ്ട്. ഈ 3 പാട്ടായിരുന്നു നമ്മളെ SS ഓർക്കസ്ട്ര, നമ്മുടെ അസീസ് ഖാൻ്റെ മകൻ സുബൈർ ഖാൻ അസാധ്യ സംഭവമാണ്. അസീസ് ഖാൻ സുബൈർ ഖാക്ക് ഈ പാട്ടെല്ലാം എങ്ങനെ ഏത് റൂട്ടാണെന്നൊരു മൂപ്പർക്ക് അറിയും. ഇത് നല്ല ടൂണാണ്, ഈ ടൂണ് തക്ബീർ എന്ന് പറഞ്ഞ കേസറ്റിലേക്ക് ഇറക്കണം. അതിൽ മൂസക്ക ഇവരൊക്കെയാണ് ഈ പാട്ട് പാടുന്നത്, വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് പാടുന്നത്. അപ്പോൾ ഈ ടൂൺ അതിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ടൂണ് ഞാൻ പാടിക്കൊടുക്കുകയാണ് ആ കരോക്കയിൽ. വിയൻകുട്ടി സാർ ആ കരോക്കയിൽ ഈ ടൂണ് പാടിക്കൊടുക്കുകയാണ്. ഇത് ഓർക്കസ്ട്ര എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സാധനമാണ് ഫിറോസ് കാസർഗോഡിനെ കൊടുക്കുന്നത്. ഫിറോസ് കാസർഗോഡ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ട്രാക്ക് അതിൽ നിന്നും ഇത് കുറേ ലെങ്ത് ഉണ്ട്. കാരണം നമ്മൾ കോഴിക്കോട് 5 പീസ് ഓർക്കസ്ട്ര ഉണ്ടെങ്കിൽ 5 പീസും വായിക്കും. അപ്പം അത്ര ലെങ്ത് ആയിരിക്കും അത് പാട്ട്. അപ്പോൾ അതെല്ലാം ചുരുക്കിയിട്ട് അതേ സാധനം തന്നെയാണ്, അതിൽ കുറേ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് ലെങ്ത് കുറച്ചിട്ട് ആ ഇതിൽ പ്രേം സുറത്ത് എഴുതിയ വരികയാണ്. കഅബയിൽ നിന്നൊരു സുന്ദര ഗാനം കരളുകളിൽ കുളിരേകിയ ഗാനം കേട്ടുണരുന്നു മക്കയിൽ അറബികൾ പുതിയൊരു ഗാനം ബാങ്കിൻ മാറ്റൊലി തീർക്കും ധീര ബിലാലിൻ മധുരിത ഗാനം. ഈ പാട്ട് എഴുതിയിട്ട് ഈ പാട്ട് പാടിക്കാൻ പോകുന്നത് ആരെ കൊണ്ടാണ് അറിയാം? നമ്മുടെ സാക്ഷാൽ അഷ്റഫ് പയ്യന്നൂരോട്. അഷ്റഫ് ഖാനെ കൊണ്ട് പാടിക്കാനാണ് പ്ലാൻ. അപ്പൊ പ്രേം സൂറത്ത് ഖാൻ പറഞ്ഞു ഇത് അത്തു ഉണ്ടാക്കിയൊരു ടൂണല്ലേ, നമുക്കിത് അത്തുവിനെ കൊണ്ട് തന്നെ പാടിച്ചൂടേതാണ്. അപ്പൊ സുബൈർ ഖാറിന് പാട്ടെല്ലാം പാടിക്കോ, 5 പൈസ തരൂല, കാസർഗോഡ് വരാം, അവിടെ ഹരീഷ് ഉണ്ടാവും, ഹരീഷാണ് ഓപ്പറേറ്റർ, അറിയാലോ ഹരീഷ്. അസാധ്യ എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ കേൾക്കുന്ന സഫാ മറുവ ജവാബിലെ എല്ലാ കോഴിക്കോട് പാട്ട് മിക്സ് ചെയ്ത അദ്ദേഹമാണ്. ആ ഒരു അസാധ്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും അദ്ദേഹം ഇപ്പൊ എറണാകുളത്തൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നില്ല, നമുക്കിപ്പോൾ ഹരീഷിനെ കിട്ടുന്നില്ല. അന്ന് ഹരീഷാണ് എന്താക്കുക, ഹരീഷിൻ്റെ അടുത്താണ് നമ്മൾ പോറ്റി പാടുന്നത്. എൻ്റെ കൂടെ നമ്മുടെ അഷ്റഫ് ഖാൻ അതേ ശബ്ദത്തിൽ പാടുന്ന ഷക്കീർ, മേൽപ്പറമ്പ് ഷക്കീർ, നമ്മളെ ജുബയൊക്കെ ഇട്ടിട്ടുള്ള പാടുന്നത്, ആ ഷക്കീർ ഞങ്ങൾ കൂടിയിട്ടാണ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് മൂസഖാൻ്റെ പാട്ട് പടിഞ്ഞാറേ മാൻ ആ ടൂണിലുള്ള പാട്ടൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. ലാസ്റ്റ് ഇട്ട പാട്ടാണ് ഈ പാട്ട്. പക്ഷേ കാസറ്റിൽ വരുമ്പോൾ 2ാമത്തെ പാട്ടാണ് എൻ്റെ പാട്ട്. ഈ കഅബയിൽ നിന്നൊരു സുന്ദരഗാനം എന്ന പാട്ടാണ് 2ാമത്തെ പാട്ട്. ഈ പാട്ട് പെരുന്നാളിൽ കാസർഗോഡ് വെച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ പാട്ടിലെ കൂട്ടിയിട്ട് എത്രയോ BH അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന പിന്നെ അദ്ദേഹം ധാരാളം കാസറ്റുകൾ വിറ്റയിച്ച ഈ ഒരു പാട്ടിൽ കൂടിയിട്ട് വിറ്റിട്ടുണ്ട്. പിന്നീട് ആ പാട്ട് കുറച്ച് അങ്ങനെ മാറി കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മൾ താജ്മഹൽ എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടിയിട്ട് ആബിദ് അപ്പോൾ ഓൾറെഡി ആബിദ് അസീസ് ഖാൻ്റെ പരിപാടിക്കൊക്കെ അങ്ങനെ റെക്കോർഡിങ്ങിനല്ലെങ്കിലും പരിപാടിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആബിദ് നമ്മൾ അതിലെ പാട്ട് ഞാൻ 2 പാട്ട് താജ്മഹൽ പാടിയിരുന്നു. നീല നിലാവും വെള്ളിനു ആബിദാണ് രജനി സംഗീതം കഴിച്ചത്. നല്ല പാട്ടാ. നീല നിലാവും വെള്ളിനു ജൂമും മിന്നണരാവല്ലേ നീലക്കിളികൾ കൊക്കുമൊരുമ്മി കൂടണരാ, ആ പാട്ട്. അതിൽ പിന്നെ കടമിഴിക്കൊണ്ട് കറക്കി വിട്ടൊരു കുറുമ്പി പെണ്ണാളെ, ഇതൊക്കെ ഇതിൽ നീല നിലാവിൽ താജൊക്കെയാണ് അഭിനയിച്ചത്. നീല നിലാവ് ഒരു സർക്കസ് കൂടാറൊക്കെ താജൊക്കെയാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഇതിൽ 8 പാട്ടേ ചെയ്തിട്ടുണ്ടായല്ലോ. ഈ 9ാമത്തെ പാട്ട് വരുന്നത് പിന്നീട് ആണ് ആടിനോട് പറയുന്നത് ഇങ്ങനൊരു പാട്ടിങ്ങനെ
എല്ലാവരും തലശ്ശേരി ഭാഗത്തൊക്കെ പാടുന്നുണ്ട് ഈ അരിപ്പോത്തിന് പാട്ട്. അത് അങ്ങനെ ആബിദാണ്, അത് ആബിദിൻ്റെ മിടുക്കാണ്. ആ ട്യൂണിൽ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തത് ആബിദിൻ്റെ മിടുക്കാണ്. അപ്പോൾ മുമ്പ് നമ്മുടെ ദുബായിൽ ഉണ്ടായ നമ്മളെ ഏറ്റവും നല്ല ആങ്കറാണ് റജിക്കായിട്ട് സംസാരിക്കുക. റജിക്ക പറഞ്ഞാൽ അല്ല അത്തു കൗബയിൽ നിന്നൊരു സുന്ദരഗാനം എന്നല്ലേ ട്യൂൺ ചെയ്തത്, ആബിദ് അരിപ്പോലെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അപ്പോൾ അത്തുവിൻ്റെ സംഗീതം അത്തുവിൻ്റെ പേര് പറയാൻ പറ്റുമോ, എന്നെ ഒന്ന് ഇട്ടതാണ്. ഞാൻ പറഞ്ഞ് പറയാമല്ലോ. കായലരിക്കുന്ന പാട്ട് കായലരികത്ത് രാഘവമാഷ ചെയ്തത്, ഞാൻ വരി മാറ്റി പാടിയാൽ എനിക്ക് രാഘവമാഷിന്റെ പേര് പറയാൻ എൻ്റെ പേര് പറയാൻ പറ്റുമോ? അത് ആദ്യം ഉണ്ടായ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു ക്രെഡിറ്റ് അത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംഭവം തന്നെയാണ് ഈ കൗബയിൽ നിന്നൊരു സുന്ദരഗാനം എന്നുള്ള പാട്ട്. അത് അരിപ്പോതിരിപ്പായി വരികയും എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാൻ മനസ്സിലേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്ത് ആബിദ് കണ്ണൂരിന് അങ്ങനെ ഒരു പാട്ടിന് ഈ പുറലോകം അറിയാൻ അവനെ സഹായിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പാട്ട് ഒരു കലാകാരനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു പാട്ടിലെ കൂടി സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാസറ്റ് ഇറങ്ങുന്ന സമയത്ത് കോഴിക്കോട് മാവൂർ സാഗർ ഹോട്ടലിന്റെ മുന്നിൽ കാസറ്റ് ഷോപ്പാണ്. അന്ന് ഈ കാസറ്റ് കുറേ വിറ്റിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എല്ലാ പാട്ടുകളും ക്ലിക്കാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അന്ന് ക്യാച്ച് ചെയ്തത് അരിപ്പോതിരിപ്പാണ്. കാരണം അത് കുട്ടികളും വലിയവരും പിന്നെ ട്രെൻഡാ. പിന്നെ ആ പാട്ട് പാടാത്ത ഒരു ഇപ്പോഴും ഇല്ല. 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ പാടി. നെഞ്ചിനുള്ളിൽ എന്ന് പറഞ്ഞ പാട്ടും നെഞ്ചിനുള്ളിൽ നീയാണ്, മെഹറുബ, അതേപോലെ അരിപ്പോത്തിരിപ്പ്, ഈ 3 പാട്ടും 3-4 പ്രാവശ്യം പാടിപ്പിക്കും. അരിപ്പോതിരിപ്പിന്റെ 4 വരെ അരിപ്പോ തിരിപ്പോ കോതലമംഗല പരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാമ്പള്ളിക്കെന്തിനു പോയി അമോളെ അരക്കല ചെരക്കല നന്നായി വെള്ളം കാച്ചി കുളിച്ചവളേ. ഈ പാട്ടോടെ പേടിയിട്ട് അറിയോ, ഞങ്ങൾ ഇതിന്റെ പാരഡിയാണല്ലോ പാടല്. ഇത് ഹിറ്റായ സമയത്ത് പാടാൻ വേണ്ടി പോകും. നമ്മൾ ബൈഹാർട്ടല്ലേ പാടിപ്പുറം താരാട്ടിന് വരിയിലേക്ക് എത്തും. എണ്ണിക്കഴിഞ്ഞാൽ എന്തായാലും മാപ്പിളപ്പാട്ട് മേഖലയിൽ വലിയൊരു ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വരവാണ് ആബിദ് കണ്ണൂരും അത്തും കൂടെ ചേർന്നിട്ട് താജ്മഹൽ എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്താ പറയാ, പ്രോഗ്രാമിൽ ഇപ്പൊ ആൾക്കാരെ വിളിക്കുമ്പോൾ തന്നെ തമ്മിൽ ഭയങ്കര ഞങ്ങൾ കണ്ണുകൊണ്ട് നമുക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അറിയും ഇത് പല്ലവി പാടാനാണോ അല്ല അനുപല്ലവി പാടാനോ അല്ല അവിടെ ഇരിക്കാനാണോ അല്ല നിൽക്കാനാണോ. അതേ സ്വഭാവനാണ് കുഞ്ഞുബായി ഞങ്ങൾ നമ്മുടെ കണ്ണൊന്നിങ്ങനെ കാണിച്ചാൽ കുഞ്ഞുബായിക്ക് മനസ്സിലായി എന്താണ് പാടുന്നത്. ഇതിൽ എത്ര പേര് മക്കൾക്ക് അറിയില്ല, അവർക്ക് രണ്ടാൾക്ക് അറിയാം. നിങ്ങൾ രണ്ടാളും അല്ലെ കുഞ്ഞുബായി അങ്ങനെയുള്ള ആളുകളൊക്കെ സ്റ്റേജിൽ ബാലൻസ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് പിടുത്തം കിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ആളുകൾ എന്താണോ ലാസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്നിട്ട് പാടും. ഇപ്പൊ ഈ അടുത്ത് അഭിത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത്തും ഈയും കൂടെ പാടുന്ന ചെയിൻ സോങ് പാടണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ പറയാ, എടാ അതിന് അത്തുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റൈല് കിട്ടുള്ളൂ, അത് ഓപ്പോസിറ്റ് വേറെ ആരും വന്ന് പാടിയാലും കിട്ടൂല. അല്ല ഇതിപ്പോ നമ്മളെ ബെൻസറുടെ ഷോ ചെയ്യുന്ന ഒരാളാണ്. ബെൻസർ പറയുന്ന അറിയോ, നമുക്ക് പിന്നെ ആബിദിനെ വിളിക്കുമ്പോൾ പറയും അത്തു മസ്റ്റായിട്ട് വേണം, അത്തുവിനെ വിളിക്കുമ്പോൾ പറയുന്നത് ആബിദ് മസ്റ്റായിട്ട് വേണം. അത് നമ്മൾ ആ ഒരു വലിയൊരു സംഭവമാണ്. അങ്ങനെ ഭയങ്കര ധൈര്യ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരാൾ എന്നിട്ട് പറഞ്ഞു ഉമ്മ അറിയില്ല ഇതാണ് ആബിദ് അത്തുന്ന്, ആദിൽ അത്തു എന്ന് പറയേണ്ടത് ഉമ്മ ഇതാണ് ആബിദ് അത്തു എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ തിരുത്താൻ പോയില്ല. അപ്പം ഞാൻ കേട്ടത് ആദിൽ അത്തു എന്നാണ് പറ്റുന്നത്. പിന്നെ ആബിദ് അത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ രണ്ടാമത് മനസ്സിലായി ആബിദ് അത്തു തന്നെയാണ് പറഞ്ഞത്. അത്തുവിൻ്റെ അടുത്ത് ഇപ്പം നമ്മളെല്ലാവരും മാപ്പിളപ്പാട്ടുകൾ കുറേ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ദുബായിലുള്ള പ്രേക്ഷകർ നാട്ടിലുള്ള പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അതിന് ഇഷ്ടപ്പെട്ടൊരു മലയാള സിനിമ പാട്ട് പാടും. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെൻ്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകേ പനി നീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. 17 പൂങ്കരളി പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കരളി മാറത്ത് നീ തൊട്ട മറുകാണ്. ഈ പാട്ട് ഞാൻ ഒറ്റക്ക് പാടുന്നു. അല്ല ഇവന് പിന്നെ നമ്മുടെ ഡാൻസിന്റെ പാട്ട് ഇവര് പാടുന്ന കേട്ടിട്ടാണ് ഞാൻ അതിന്റെ പാടിയത്. വേറെ ഒരു റാപ്പ് പാടിത്തരാം നമുക്ക്. ഏതാ?
ഡാബ്ജിന്റെ ആവേശത്തെ പാട്ടാണ്. നാടിൻ പെൺമകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லு ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടുക്ക് വച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊല്ലമല്ലോ മിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊല്ലമല്ലോ മിനാട്ടി. ഡ്രംസ് വായിക്കും. അലൈനിലെ പ്രോഗ്രാമിന് പിന്നെ ഡ്രംസ്. ഞാൻ ഇവനെ എങ്ങനെ അത്ഭുതത്തോടെ നോക്കണമെന്ന് വെച്ചാല് വീഡിയോ കാണുമ്പോൾ മക്കൾക്കൊക്കെ ഇവളെ പാട്ടുകളും അത് എടുത്താണ്. ഇവന്റെ ചില പാടുമ്പോഴുള്ള കുറച്ച് സ്റ്റൈലും ചിരിയൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ടിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ. അതാണ് കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ്റെ ഓരോ പാട്ടുകൾ ഇതാക്കണം. നമുക്കൊരു പാട്ടുകൂടെ കാണാമല്ലേ, കേൾക്കാമല്ലോ അവൻ്റെ. ഏതാ ഇപ്പോൾ ഡ്രമ്മും കൂടെ പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ എൻ്റെ ഫാനാണ് ഞാൻ. നമ്മൾ ഇന്ന് കാണണമെന്നുള്ളൂ, സത്യത്തിൽ അങ്ങനെയാണത്. ഒരു പാട്ടുകൂടെ ഇട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ലാണ്ട് അവളെന്നെ കെട്ടത്, കരകല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ലാണ്ട് അവളെന്നെ കെട്ടത്, കരകല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. കാറ്റിൽ നീഞ്ഞു മണക്കും നടുക്കടലിന് തൊട്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകും. മനമല്ലേ ഉനം വെലി വാറ്റിവനോ, മനം കല്ലക്കിൽ വെള്ളത്തിൽ നാവികനോ, പെരുങ്കടൽക്കാരനോ പെരുംവലക്കാരനോ. നിന്റെ വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ, കടൽ മീനാണോ. നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ, നീയാണോ ആരാണോ ആനാണോ. ഓ സെറ്റ്. വേടന്റെ ശരിക്കും വലിയൊരു ഫാനാണ് ഞാൻ. ശരിക്കും അടിപൊളി. കേട്ടല്ലോ, വേടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ കുറെ ദിവസങ്ങളായി ഇത് കാണണം. ഉണ്ടായ അപ്പൊ ഇന്നലെ പ്രോഗ്രാമില്ലേ ഞാൻ ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്കൊരു ഓഫർ തരാം. നമ്മുടെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ വാപ്പയുടെ സുഹൃത്താണ് ഗാലറിഷൻ ഷറഫു. ഇനി ഒരിക്കൽ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും വേടനുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യണം. നമുക്ക് സാധ്യത കൂടുതലാണ്, നടക്കാൻ സാധ്യത. അതായത് പിന്നെ ഈ നമ്മളിപ്പോ ഓൾറെഡി പട്ടർമാലിൽ വന്നപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് അപ്പുറപ്പുറമൊക്കെ ആയിട്ട് നമ്മൾ പോയി വരികയാണ്. അപ്പോൾ മക്കൾക്ക് ഒരു കര പിടിക്കാൻ വേണ്ടി പറ്റിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ തളിപ്പറമ്പ് ഷെഫീക്ക്, അവരുടെ മനസ്സിലത് വരണം. അത് ആത്തുവിന്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ പരിപാടി നന്നാവും എന്ന്. അബുദാബിയിൽ എന്നെ കൊണ്ടുവന്ന മജീദ് ആദ്യം കൊണ്ടുവന്നത് പിന്നെ ഷെഫീഖ് തളിപ്പറമ്പാണ്. പിന്നെ നമ്മുടെ മജീദ് ക ഗ്ലോബലിന്റെ മജീദ് ഖാണ് കൊണ്ടുവന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ ആവട്ടെ ഷെഫീലാവട്ടെ ബെൻസർ ആവട്ടെ അതേപോലെ സമദ് കടമേരി ആവട്ടെ എല്ലാവരും പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരും തന്നെ. നമ്മുടെ ഏറ്റവും പ്രൊമോട്ട് ചെയ്ത ആളാണ് നമ്മുടെ നിസാം പാലുവായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ഒരു സപ്പോർട്ടും കൂടി ചെയ്തപ്പോൾ ഇവർക്ക് പറക്കാനും ഈ എല്ലാം കാണാനും പാടാനും ഇത് വിദേശം എന്തെന്ന് പറയാനും ഒക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നലെ മിനിഞ്ഞാന്ന് ഷാർജയിലെ പരിപാടി നടന്നത് നമ്മുടെ കണ്ണൂർ കണ്ണൂർ സാംസ്കാരിക വേദിയുടെ പരിപാടിയായിരുന്നു. അതിൽ ഒരു ഫൈസൽ മാങ്ങാട് ഫൈസൽ മാങ്ങാടൊക്കെ കുറേ ഷോ ചെയ്ത ആളാണ് നമ്മുടെയൊക്കെ. തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ്. അത്തു ഏത് വഴിയിലാണോ ഈ ഗൾഫിലേക്ക് പരിപാടിക്ക് വന്നത് അതേ ഒരു വഴിയിലേക്ക് മക്കൾ വന്ന് മക്കളെ കൊണ്ടുവരാൻ ആരും എന്താ പറയുക മടി കാണിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ ഈ ഒരു പരിപാടിക്കും നാഷണൽ ഡേന്റെ പ്രോഗ്രാമിന് കൊണ്ടുവരാൻ തയ്യാറായ ആളായിരുന്നു നമ്മുടെ ലുലുവിന്റെ അഷ്റഫ്. അഷ്റഫ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും പാട്ടുകാരും എന്ന് പറയുന്നത് ആ പാട്ടിന്റെ കുടുംബങ്ങളും അവർ ഭയങ്കര ഇഷ്ടമാണ് അഷ്റഫ്. അപ്പോൾ ലുലുവിൻ്റെ അഷ്റഫ് പറഞ്ഞു എന്ത് ആണെങ്കിലും അത്തുവിനും ഫാമിലിക്കും നമ്മോട് പറയാം. കാരണം മക്കൾക്ക് അത്ര കഴിവുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ അവസരങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സാധിച്ചു തരും എന്ന് പറഞ്ഞു. അവൻ അശോക് ഇപ്പൊ പ്രശ്നമല്ല, ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പറയും, അപ്പൊ അശോക് ചെയ്താൽ മതി. എന്താണെന്നറിയോ, ആദിലത്ത് എന്ന് പറയുന്ന പാട്ടുകാരനായിട്ടുള്ള നിങ്ങളെ ഉപ്പനോട്
ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പാട്ടുകാരായി, ഗൾഫിലെത്തി. ഇപ്പോഴും ഗൾഫ് കാണാത്ത ഒരുപാട് പാട്ടുകാരുണ്ട്. പിന്നെ അവർക്കിടയിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ വാപ്പ എന്താണോ അത് പറയുന്നതൊക്കെ കറക്റ്റായിരിക്കും, അത് ഫോളോ ചെയ്യുക, അത് അനുസരിക്കുക, അതിൽ വിജയം ഉണ്ടാവും. അല്ല അതുപോലെ തന്നെ നമ്മുടെ നാസർ റെസ്റ്റോറൻറ്റിന്റെ കാതിർക്ക ജവാബ് അറിയാലോ ബോസ്. അപ്പോൾ കാതിർക്ക ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ വിളിച്ചിട്ട് പറയും പുതിയ പാട്ട് സെറ്റ് ചെയ്തോ ആ പാട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ യൂട്യൂബിലും ഞങ്ങളെ പാട്ടൊക്കെ എന്നായാലും ആബിദായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനൊരു പ്രചോദനം നൽകുന്നത് നമ്മുടെ കാതിർക്കയാണ്. അബുദാബിയിൽ ഞങ്ങളെ അത്താണി എന്ന് പറയാം. തീർച്ചയായിട്ടും ഇവര് കാരണമാണ് കാതർക്കനെ ഞാൻ പരിചയപ്പെടുന്നത്. കാതർക്കന്റെ വീട്ടിൽ കൂടുതൽ ഞാൻ വന്നിട്ടുണ്ട്, ഗൾഫ് ഷോയ്ക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ കാതിർക്കാന്ന് പറയുന്നത് ചങ്ങായിമാരെ പോലെയാണ്. ഞങ്ങൾക്ക് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തുറന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ട് കാതിർക്കാനോട് എന്താണോ പറയേണ്ടത് അത് ഞങ്ങൾ പറയും, ഞങ്ങൾ തുറന്ന് പറയും. അതുപോലെ കാതിർക്കി തുറന്ന് പറയും കേട്ടോ, ഒന്നും എടുക്കില്ല, അത് പറ്റൂല അത്തൂട്ട, അത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കാണിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമായി കാതർക്കാനെ ഈ ഒരു സമയത്തിൽ ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. അവരെ ജവാബ് അതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. അതിൽ 2 പാട്ട് സുബൈർക്ക് പാടിച്ചിട്ടുണ്ട്. ഗൾഫ് ഷോയ്ക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അവരുടെ വീട്ടിൽ കൂടലൊക്കെ വന്നിട്ടുണ്ട്. എന്നോട് എന്താ ചോദിക്കണ്ടോ? ചോദിക്കാനുണ്ടോ? ഇത് ഗൾഫാണ്, ഇവിടുത്തെ പുതിയ ചാനലാണ്. പിന്നെ എൻ്റെ പേര് ജലാൽ എന്നാണ്. ചെറിയ പാട്ടൊക്കെ പാടും, ചെറുതായിട്ട് അവതാരകനൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആ പാട്ട് പാടിത്തരുമോ? രണ്ടുപേരും പാടിയാ? ഞാനങ്ങനെ ജസ്റ്റ് കേട്ടത് പാടിത്തരാം. മനസ്സിൽ നിറയും പൂവാണ് പൂവിന്നിതളെന്നുയിരാ, കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. മനസ്സിൽ നിറയും പൂവാണ് പൂവിന്നിതളെന്നുയിരാ, കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. എന്റെ മക്കള് പാടില്ല, ഇനി എന്താ പാടില്ല എനിക്ക്. ഞാൻ ചോദിച്ചത് എന്താ സ്ഥിതി എന്നുള്ളത് അറിയണല്ലോ. ഗാലറി വിഷൻ എന്ന് പറയുന്നത് പിന്നെ ധാരാളം കലാകാരന്മാരെ പുറത്തേക്ക് എത്തിച്ച, അതായത് ഉള്ള കഴിവുകൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു കലാകാരൻ വിചാരിച്ചിനോ അവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഗാലറി വിഷന് പറ്റി. ഗാലറി വിഷൻ ഇന്നലെ ചെയ്ത പരിപാടി ഒരു പക്ഷേ ഗൾഫിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടിയാണ്. എന്താ ചെയ്തതെന്ന് അറിയാം. ഗാലറി വിഷൻ കുറേ ദൂരെ ഒരു ഫാം ഹൗസ്, മരുഭൂമിയിലൊരു ഫാം ഹൗസ്, അവിടത്തേക്ക് കുറെ ഫാമിലിനെ ക്ഷണിച്ച്. ഗാലറി വിഷൻ ഓൾറെഡി GV ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് ഉണ്ട്. ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത്, എന്നിട്ട് ഒരുപാട് ആളുകൾ കിലോമീറ്റർ താണ്ടി അവരെ ബസ്സിലൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിട്ട് അവിടെ കല്ലുണ്ടായിരുന്നു. നമ്മുടെ ഉടൻപണത്തിൻ്റെ അവതാരകൻ, പിന്നെ ഫാസിൽ ബഷീർ മെൻ്റലിസ്റ്റ്, പിന്നെ ഞാൻ, പിന്നെ നമ്മുടെ MBL, ഇവരെയൊക്കെ കൊണ്ടിട്ട് കുറച്ച് ഫാമിലി ഒരു 3 മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി 10-11 മണി വരെ. ഗൾഫിൽ ഫസ്റ്റ് ടൈം എന്താണോ ഇവൻറ്റ്സ് ഇത്രയും കാലം നടന്നത് അതിനെയൊക്കെ മാറ്റി മറിച്ചിട്ട് പുതിയ ഒരു ട്രെൻഡിന് തുടക്കമായിട്ട്. ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പം ഷറഫ്, അത് ഒരു പരീക്ഷണമാണ് ഇന്നലത്തെ പരിപാടി. ഷറഫിന്റെ എല്ലാം പരീക്ഷണം അതിലവൻ വിജയിപ്പിക്കുകയും ചെയ്തു ഷറഫ്. ഇനി എല്ലാ മന്തും നാട്ടുകാർക്ക് പ്രിയപ്പെട്ട പാട്ടുകാർ ദുബായിൽ ഇതേപോലത്തെ ഹാങ് ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനെത്തും. അവരെ ദൂരെ നിന്ന് കാണാതെ അവരോടൊപ്പം പ്രോഗ്രാം ആസ്വദിക്കുക, പ്രോഗ്രാം അവതരിപ്പിക്കുക, ഭക്ഷണം കഴിക്കുക, ഒരു കുടുംബത്തെ പോലെ പുതിയ സുഹൃത്തുക്കളായിട്ട് പിരിയുക. ഇന്നലെ അനൗൺസ് ചെയ്താണ്. ഭാവി പരിപാടിയിൽ അത്തും ഫാമിലിയൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും എന്ന് ഷറഫത് മനസ്സിൽ കുറിച്ചിടണം. ഒരുപാട് നേരം ഇത് ഗാനമേളക്ക് നമ്മള് പാട്ട് ലിസ്റ്റൊക്കെ ഇടും. ലിസ്റ്റ് ഇട്ടിട്ട് അത്തുവിൻ്റെ 5ാമത്തെ പാട്ടാണ്. ഞങ്ങൾ 5ാമത്തെ പാട്ട് വരുമ്പോൾ 2 സെലിബ്രിറ്റി കയറി വരും. എൻ്റെത് 9 ആവും. പിന്നെ എൻ്റെ പാട്ട് വരുമ്പോഴത്തേക്ക് വേറെ സെലിബ്രിറ്റി വരും. 2 പാട്ട് അവിടെ സിംഗറും ഒരു 2-3 പാട്ട് അവർ പാടും. എൻ്റെ പാട്ട് 14 ആവും. ഒരു പാട്ട് പാടുമ്പോൾ തന്നെ പറയും പ്രോഗ്രാം കഴിഞ്ഞ് നോൺ സ്റ്റോപ്പിന്റെ മൈക്ക്. അപ്പൊ അങ്ങനെ ഷർഫിനോട് ആക്കരുത് എന്ന് പറയണം. ആദ്യം തന്നെ ഞങ്ങൾ പേര് ഷർഫ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തില്ലേ. അപ്പൊ കുറെ വെയിറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് 10 മിനിറ്റ് പറഞ്ഞു. ഞങ്ങള് സോറി പറഞ്ഞു. അല്ല ലാസ്റ്റ് 10 മിനിറ്റ് അറിയില്ലേ. അപ്പൊ പറഞ്ഞ എന്താ അറിയാം, 10 മിനിറ്റ് അല്ലേ, എനിക്കറിയാം 1 മണിക്കൂറാവും. കറക്റ്റ് 10 മിനിറ്റ് 1 മണിക്കൂറാക്കിയത്. ഞാൻ നിന്റെ പേരോട് പറഞ്ഞു 10 മിനിറ്റ് എന്റെ മുത്താണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ഗാനമേള വേദിയിൽ പറയാറുണ്ട്, സത്യത്തിൽ ഒരു പ്രോഗ്രാം പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയോ? പരിപാടി പോലെ ഇന്റർവ്യൂ ഒന്നും തോന്നിയില്ലല്ലോ? ഇല്ല. ഞങ്ങളെ ഇന്റർവ്യൂവിന് വന്നല്ലോ, ഞങ്ങള് ഗാലറി വിഷനും അതേപോലെ ജലാലിനെയും ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്നും കാണണമെന്നും ഒരു പെണ്ണുണ്ടാര് പാടിയ അല്ല ആ പെണ്ണാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനകത്ത് ഒരുപാട് പേര് അറിയാതെ സത്യം പറയാൻ പോവാണ്. ആ പാട്ട് എഴുതിയത് ശരിക്കും തൃക്കരിപ്പൂർ എവിടെയാ? നിങ്ങളുടെ നാടാണ്. തൃക്കരിപ്പൂരുകാരനായിട്ട് അവന്റെ പേര് റിയാസ് എന്നാണ്. റിയാസ് റിയാന്ന് ഞാനായിട്ടത്. ഒരു പഞ്ചാണ്. പിന്നെ നല്ല ക്യാരക്ടർ എനിക്ക് അപ്പൊ അവന്റെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ്. എനിക്ക് കിട്ടിയ എല്ലാ പാട്ടും അവന്റെ അടുത്ത് കിട്ടിയാണ്. കല്ലായി പാടിയിട്ട് എനിക്ക് എത്രത്തോളം ആളുകൾ സ്നേഹം തന്നിട്ടുണ്ടോ അതൊക്കെ അവന് അർഹതപ്പെട്ടതാണ്. അവൻ എഴുതി കൊണ്ടുവന്നത് കോഴിക്കോടൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, ഞാനാണ് കല്ലെന്ന് വന്നപ്പം പത്തുവിൻ്റെ ഒക്കെ മൈൻഡുള്ള ഒരാളാണ്. കല്ല് വന്നു കഴിഞ്ഞപ്പോൾ അത് കല്ലായി ആക്കി. പിന്നെ അതിനകത്ത് കുണ്ടുങ്ങൽ തറവാട് മനഃപൂർവ്വം വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ ഞാൻ ജനിച്ച സ്ഥലമാണ്, അത് ആഡ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. സത്യത്തിൽ ആ പെണ്ണ് ആരാന്നുള്ളത് ഓനോട് ചോദിക്കണം. ഞാനുമായിട്ടൊരു ബന്ധമില്ല, സത്യമില്ല. അതും ഒരു പ്രേമമാറ്റിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടൊന്നും എഴുതിയല്ല, ജസ്റ്റ് അങ്ങനെ ഒരു റൂട്ടിൽ എഴുതിയ പാട്ടാണ്. സത്യമായിട്ടും പെണ്ണില്ല. ഇല്ല 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 അത് ഇതുവരെ എല്ലാ ഇന്റർവ്യൂവിലും അങ്ങനെ പറഞ്ഞു. ഏറ്റവും പുതിയ മാറ്റി പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗാനമേള അവസാനിപ്പിക്കണ പോലെ ഒരു ചെയിൻ സോങ് പാടിയിട്ട് നമ്മളെ വേടൻ എണീറ്റ് ഞാൻ ഒരു ഇതും കൂടി പറയുന്നുണ്ട്. ഇവനെ വെച്ചിട്ട് ഒരു റാപ്പ് സോങ് ചെയ്യണമെന്നുണ്ട്. ഇവന് വേണ്ടിട്ട് ഒരു അങ്കിളി ഇങ്കിളി പോണാറ് കള്ളനെ കൊണ്ടോ പേടിക്കോ ആനെങ്കൊതി അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പാട്ട് ചെയ്തു വെച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ റാപ്പ് പാടുന്നത്. ഇവന്റെ പാട്ടിന്റെ വോക്കലിനാണ് പാട് ഉള്ളത്. ഇപ്പൊ റാപ്പും കൂടി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആ ട്രാക്കിൽ ഒന്നും കൂടി ഒന്ന് വൈഫ് ഇങ്ങനെ കുറച്ച് ഐഡിയാസ് എല്ലാം പറഞ്ഞു തരും. അപ്പൊ വൈഫ് പറഞ്ഞു വൈഫിന്റെ പേരെന്ന് പറയുന്നത് സാഹിറ സാഹിറ നീ ഒളിച്ചു നിൽക്കണതെന്താണ്, സാഹിറ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ വർത്തമാനത്തിന്റെ ഇടയ്ക്ക് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അത്തുവിന്റെ വൈഫും. അപ്പം ഇടയ്ക്ക് വൈഫിന്റെ പേര് മനഃപൂർവ്വം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പേരെന്താ പറയുന്നത് പറഞ്ഞാണ്. എല്ലാ സ്റ്റേജിലും ഇത് തന്നെയാണ്. അതെയാ? ഉമ്മ സ്റ്റേജിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ വാപ്പ ഇങ്ങനെ പോയിട്ട് കുവൈത്ത് പരിപാടിക്ക് എന്റെ ഫസ്റ്റ് പാട്ട് ഈ പാട്ടായിരുന്നു. സാഹിറ നീലനിലാവും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പാടിയത്. അന്ന് വൈഫില്ല. പക്ഷെ നമ്മൾ ചില വേദി നമ്മൾ നോക്കും, ഈ പാട്ട് പാടിയാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയാണെങ്കിൽ ആ പാട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കൂല. ചിലപ്പോൾ ഞാനൊരു പാട്ട് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞാൻ പാട്ട് മാറ്റിയ ചരിത്രമുണ്ട്. സ്റ്റേജിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത പാട്ട് നോക്കുമ്പോൾ ഓഡിയൻസ് നോക്കുമ്പോൾ ഈ പാട്ട് പോകില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പാട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കസ്ട്ര പറയും ഇതല്ല സംഭവം, പാട്ട് മാറി, ആ പാട്ട് മാറ്റി. കാരണം അത് ആ സമയത്ത് പാടി എനിക്ക് പണി കിട്ടും. എന്തായാലും നിങ്ങളെ സ്നേഹവും എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ എല്ലാവരോടും ഇടപഴകുന്ന രീതികൾ, പാട്ടുകൾ ഒക്കെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാട്ടുകൾ കുറേ കുട്ടികൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. യാത്രകളിൽ അവർ ആസ്വദിക്കുന്നുണ്ട്. അതായത് ഈ വലിപ്പം ഇവൻ എത്ര കുറവാണ്. താങ്ക് യു, വെൽക്കം. അതായത് ഇനി എന്റെ മക്കള് ഒരു നിലയിലെത്തുമ്പോ ഞാൻ വരും നിങ്ങളെ മുമ്പിൽ. വാ, ഞാൻ പറഞ്ഞുതരാം. മോള് നല്ല ഒരു പ്ലേബാക്ക് സിംഗർ ആവും. ഇവൻ നല്ലൊരു നടനാവും. സെറ്റാണ്. എന്നാ റാപ്പ് സോങ്. എന്റെ ഈ അടുത്തൊരു പാട്ട് ഇറക്കണം. അഭിനയിക്കാൻ ആഗ്രഹമില്ല. നോക്കാണോ? നേരെ ഓപ്പോസിറ്റ് ഇടാ. അതും കൊണ്ടുപോയി ഒന്നുമില്ല. ഞാൻ വേറെ മാർഗം കണ്ടെത്തും. എന്ത് മാർഗം? ഒന്ന് പോയാ ഒന്നും ഉണ്ടാവില്ലേ? സെറ്റാണ്. ഇവള് പാട്ടിന് പുറമെ ഫോക്ക് സ്റ്റേറ്റില് ഫോക്ക് ഡാൻസിൽ പോയ ആൾക്കാർ മോളാണ്. അതേപോലെ രാഗിഷ ടീച്ചറിന്റെ കൂടെ അതിന്റെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യാന്ന് വെച്ചപ്പോ 2 സ്റ്റെപ്പ് അവന് കൃഷിയുടെ അടഞ്ഞിട്ടുള്ള. അതാണ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ പ്രിയപ്പെട്ട റാപ്പിസ്റ്റ് പാടുമ്പം
അവൻ്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പാട്ടോ നിർത്തിയിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പാടി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല കമൻ്റ് ഒക്കെ ചെയ്യണം അവന് വേണ്ടിയിട്ട്. രാകേഷ് ടീച്ചറെ കൂടെ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ സ്റ്റെപ്പൊക്കെ പഠിച്ച മോളാണ് ഫിസറ. മുദ്ര കാണിക്കുക. ഇത് പതാക, തൃപ്പതാക, അർത്ഥപതാക. പിന്നെ കണ്ണുകൊണ്ടൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ചെയ്യും. എടാ അത് തലയിറങ്ങി വീഴുന്നതാണ്. ഞാൻ എന്നെ അവതാരകനാക്കിയാലോന്ന് ആലോചിക്കാം. അരവതാരല്ല, അവതാരകൻ. ചിരിച്ച് മരിക്കുക തരുന്നവർക്ക് സെറ്റാണ്. എനിക്ക് ഭയങ്കര. രണ്ടാള് കട്ടൊക്കെ രണ്ടാള് രണ്ട് രീതിയിലുള്ള. അപ്പൊ നമുക്ക് ചെയിൻ സോങ് തുടങ്ങിയാലോ? സെറ്റല്ലേ? പിന്നെ ആദ്യം ഒന്ന് തുടങ്ങണം, പിന്നെ മൂന്ന് തുടങ്ങണം, പിന്നെ മൂന്നാമത് തുടങ്ങണം, പിന്നെ അത് ഒരുമിച്ചാക്കാം. ആകലോക കാരണമൊത്തൊളി യാരസൂലെങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാരസൂലേ. ആകലോക കാരണമുത്തൊളി യാറസൂലെങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാറസൂലേ. അംബികാക്കളിൽ രാജ ചെയ്തരെ അലമാകെ പുകഴ്ത്തും പിതസുതരെ. അംഗനാകളിൽ രാജ ചെയ്തരെ അലമാകെ പുകഴ്ത്തും തിരുതുതരെ. ബൈതൻ അന്ത സാകിനഹു ലൈസ മുഹ്താജൻ ഇലസ്സുരുജി റബ്ബൽ ആലമീന അല സയ്യിദുൽ ഖൗനൈനി വസ്സുരുജി. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനുത്ത് ഹക്കത്ത് മുഹമ്മദിൻ ശിരസ്സെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് ഉടവാൾ ഉരിയെടുത്ത് ഉമരത കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനുത്ത് അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച് ഉള്ളരിടയിളം മുന്നാക്കത്തേറി നടക്കുന്നേ. ഉമ്മുൽ ഖുറാവില്ലണയും മൂണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായെ ആത്തിക ഉമ്മദാൻ കേറി തൂയിൽ കന്നിൽ കണ്ടാൽ ഏകമാനാമതാൻ. ഫള്ളമാം ഹൈറാനക്കീനാവ് കണ്ടങ്കുളർന്നാളെ പകലിൽ അബ്ബാസൈ വരുത്തി ചേതി മോളിന്താളെ. കുളിർമക്കനിയേയൂരിലുള്ള തലവർക്ക് കുല്ലിൽ വലിയേ ബലാൽ വരുന്നുണ്ട് ലാശക്ക്. ഉള്ളരിടയിളം മുന്നാക്കത്തേറി നടക്കുന്നേ. ഉമ്മുൽ ഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ. 10 മക്കളും വന്ന് ദുബായില് ഗാലറിയിൽ വന്നില്ലേ. നല്ലൊരു പാട്ടും റാപ്പും പാടി അടിപൊളിയാക്കിയില്ലേ. തലയണ മടിയിൽ വെച്ച് ചക്കൻ തൊട്ട് തുടങ്ങിയില്ലേ. അന്തം വിട്ട പോലെ ഇരുന്ന് ചിരികൊണ്ടവൻ വലസീല്. ഒരുപാട് സന്തോഷമുണ്ട്. അത്തു ഫാമിലിയായിട്ട് നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്ന് 2 സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പം ഒരുപക്ഷെ മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയിൽ നിന്നും നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യത്തെ അതിഥികളാണ് ഇവർ. അതായത് ഇങ്ങനെ ഒരു ക്ഷണിച്ചപ്പോൾ തന്നെ വരാൻ കാരണം ഇപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ച നല്ലവരായ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇനി എൻ്റെ 2 മക്കളും കൂടി ഈ ഫീൽഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തന്ന ആ സ്നേഹവും ലാളനയും പ്രോത്സാഹനവും ഒക്കെ എൻ്റെ മക്കൾക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം നിങ്ങൾ തന്നെയാണ്
പുതിയ പുതിയ കലാകാരന്മാരെ കണ്ടെത്തുന്നത്. മുമ്പ് അങ്ങനെയല്ല, ഒരു അതിനായ കുത്തക ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇപ്പം ജനങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ, ആര് വരണം ആര് പോവണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞങ്ങളെ സംസാരത്തിൽ എന്തെങ്കിലും കുറവുകൾ വരികയോ ആരെങ്കിലും പേര് മിസ്സായി പോവുകയോ എന്തെങ്കിലും അതിൽ പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സദ്യം ക്ഷമിച്ചു തരണം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില സംസാരം പല ലിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലത് പൂർത്തിയാക്കാൻ പറ്റൂല, ചിലപ്പോൾ നമ്മളെ ഗുരുക്കന്മാരെ പറയാൻ പറ്റൂല, ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനം ഈ സമയത്ത് പല ആൾക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. GCCയിൽ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഞങ്ങൾ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, ഭക്ഷണം തന്ന് സഹായിച്ചവരുണ്ട്, പലതരത്തിൽ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അപ്പോൾ ആരെയെങ്കിലും ഞങ്ങൾക്ക് പറയാൻ വിട്ടുപോയി, ഇത് കട്ടാക്കരുത് കേട്ടോ ഈ സാധനം. കാരണം എന്തുകൊണ്ടെന്ന് പറയാം, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. മറന്നിട്ടല്ല, ചില സംസാരങ്ങൾ അത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞാൽ ഇനി അടുത്ത ഗാലറി വിഷയം വിളിക്കുകയാണെങ്കിൽ ഞങ്ങളത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ഇന്ന ജില്ല എന്നില്ല, ഞങ്ങൾക്ക് എല്ലാ ജില്ലയും ഞങ്ങളെ ജില്ല പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ അത്ര കണ്ട് എന്നെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ പാട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് പാട്ട് തരാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇനിയൊരു അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നല്ല നല്ല പാട്ടുകളായി ഞാനും മക്കളും വരുന്നതാണ്. ഞങ്ങൾക്കൊരു ചാനലുണ്ട്, ഗാലറി വിഷൻ്റെ അവകാശത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്, അൽ സഹ്റാൻ മീഡിയ എന്നാണ്. അതും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത് കാരണം അതും കൂടി ഞങ്ങൾക്ക് ഭാഗമാണല്ലോ. കാരണം ഇത് എല്ലായിടത്തും എത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ജലാൽ എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്താണ്. കാരണം ഞങ്ങൾ എന്ത് തമാശകളും എന്തുണ്ടെങ്കിൽ തുറന്നു പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ കപടമായിട്ടൊന്നുമില്ല ഞങ്ങൾ സംസാരിച്ചിട്ട്, അല്ലേ ഇല്ലതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിലും അതിനും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്നലത്തെ ഒരു പരിപാടിയിൽ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ ഞാൻ കാരണക്കാരൻ എൻ്റെ ജ്യേഷ്ഠന്മാരാണ്. കാരണം അന്ന് പാട്ട് ഹറാമെന്നും പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന സമയത്തും സപ്പോർട്ട് ചെയ്ത എൻ്റെ ജ്യേഷ്ഠന്മാരാണ്. അത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ എന്നിട്ട് പറഞ്ഞു, നീ ഇന്നാളെ പറഞ്ഞില്ല. ഞാൻ അവരെയല്ല പറഞ്ഞത്, ഗുരുക്കന്മാരെ കുറിച്ചല്ലേ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് അന്ന് ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടണമല്ലോ, തുടക്കത്തിൽ കിട്ടിയ ആ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അപാകതകൾ അടങ്ങി പറയാതെ ചങ്ങാതിമാർ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചാണല്ലോ. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പാടുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ എല്ലാവരും ഞങ്ങളെ സഹായിച്ചവരാണ്. അതിലാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യം ഞങ്ങളോട് ഞങ്ങളുടെ ഫാമിലിയോടും ക്ഷമിക്കണം. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏത് പരിപാടിയും ഞങ്ങളത് ആഘോഷമാക്കി തരും. ജലാലിനെയും കൂട്ടും ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജലാൽ അറിയുമ്പോൾ എനിക്കില്ലേ തരും. അപ്പോൾ ഞങ്ങളത് ചെയ്തു തരും. ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ ജീവിതമാർഗം ഈ പാട്ട് മാർഗം തന്നെയാണ്. നിങ്ങൾ തരുന്ന ഈ സ്നേഹവും സന്തോഷവും പ്രോത്സാഹനം തന്നെയാണ് ഞങ്ങൾ ജീവിതത്തിന് ഏറ്റവും വലിയ വിലക്കൂട്ട്, നിറക്കൂട്ട് എല്ലാം അതിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേ കൂടി പറഞ്ഞാലും ഇതെല്ലായിടത്തും എത്തുമെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. മക്കൾക്ക് എന്ന് പറയാനുണ്ടോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഉപ്പാനെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അത്ത് പറഞ്ഞതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ നമ്പർ ആര് ചോദിച്ചാലും കൊടുക്കുകയും, പിന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2021 കാഞ്ഞങ്ങാടുള്ള ആബിദ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത്ത് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടുകുടുംബമായിട്ട് അത്തുവിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഇനിയും ഒരുപാട് വേദികളിൽ ദുബായിലേക്ക് വിമാനം കയറി വരട്ടെ. നല്ല നല്ല പാട്ടുകൾ ഇനിയും പ്രൊഡക്ഷനിൽ പിന്നണിയിൽ തുടക്കമിടട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഹ്റൻ നല്ലൊരു റാപ്പ് ഗായകനാവുകയും, അമ്രിന് പാട്ടുകാരിയും അതുപോലെ തന്നെ നർത്തകിയും അതുപോലെ തന്നെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു കലാകാരിയാണ്. അവർക്കിഷ്ടമുള്ള ലോകത്ത് അവരുടേതായ രീതിയിൽ നമുക്കെല്ലാവർക്കും അവരെ പ്രോത്സാഹിപ്പിക്കാം. ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും കുടുംബത്തിനും ഒരുപാട് നന്ദിയും കടപ്പാടും.